ഹലോ ഗൈസ്, ഇറ്റ്സ് മീ പാറു ആണ്. നമുക്കിന്നൊരു മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാം. അതിനായിട്ട് 2 മണിക്കൂറെങ്കിലും കുതിർത്തിയിട്ട വൻപയർ ഒരു കുക്കറിലേക്ക് ഇടാം. കുറച്ച് കാന്താരി, അത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം മതി. 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് മത്തങ്ങ അരിഞ്ഞെടുക്കണം. സോ ആദ്യം നീളത്തിൽ അരിയുക. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ തൊലി കളയുക. തൊലി ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ മത്തങ്ങ എരിശ്ശേരിക്ക് ഭംഗിയും ടേസ്റ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തൊലി കളഞ്ഞിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇവിടെ നമുക്കെല്ലാവർക്കും ഇങ്ങനെ തൊലി കളഞ്ഞിട്ടാണ് ഇഷ്ടം. ഇത് എന്നിട്ട് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മുറിച്ചിട്ട മത്തങ്ങയും കൂടെ ആ പയറിൻ്റെ അകത്തിട്ട് ആവശ്യമെങ്കിൽ വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയെടുക്കണം. ഈ തേങ്ങ എന്തിനാണെന്ന് വെച്ചാൽ അരയ്ക്കാനും വറക്കാനും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 1/4 ഭാഗം തേങ്ങ എടുത്തിട്ട് നമുക്ക് അരയ്ക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ടു, കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. ഈ അരപ്പ് നമ്മുടെ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ നല്ലപോലെ തിള വേവിച്ചെടുക്കണം. മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. എന്നിട്ട് നമുക്ക് തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പിടുക. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, എന്നിട്ട് ബാക്കി നമ്മൾ വെച്ച തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ല ബ്രൗണിഷ് കളറായിട്ട് വരണം. ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നാൽ നമുക്ക് ഈ വറവ് നമ്മുടെ മത്തങ്ങ റെഡിയാക്കി വെച്ചതിലേക്ക് ഇടാം. പിന്നെ അവസാനം താളിപ്പാണ്. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, അത്രയും മതി. ഇത്രയും കറിയിലേക്ക് ഒഴിച്ചാൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി റെഡിയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.